പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് 20-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ശബത്ത് നാളിനെ വിശുദ്ധീകരിപ്പാൻ ഓർക്കുക. നമ്മളെപ്പോഴും എത്ര ജോലി തിരക്കിലാണെങ്കിലും നമ്മൾ പറയാറുണ്ടല്ലേ, സൺഡേ എന്നുള്ളത് ചർച്ചിൽ പോകേണ്ട ദിവസമാണ്, അന്ന് വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കരുതെന്ന് പറയും. അതുപോലെ തന്നെ ബൈബിളിലെ ഏറ്റവും 10 കൽപ്പനകളിൽ പ്രധാനപ്പെട്ട ഒരു കൽപ്പന തന്നെയാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുക എന്നുള്ളത്. അന്ന് നമ്മൾ നമ്മുടെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അന്ന് ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട ദിവസമാണ്. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇക്കാര്യവും പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒത്തിരി അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമേരിക്കയിലെ ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒത്തിരി ജോലിക്കാരും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ വളരെ സത്യസന്ധനായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു ജോലിക്കാരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ യജമാനന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ജോലിക്കാരനെ. കാരണം എല്ലാ കാര്യവും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഒരു സാറ്റർഡേ വൈകുന്നേരം ഈ ജോലിക്കാരനോട് പറഞ്ഞു, നാളെ നീ സൺഡേ ഈ വീട്ടിലെ ജോലിക്ക് വേണ്ടിയിട്ട് വരണം, കാരണം ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ വളരെ താഴ്മയോടെ പറഞ്ഞു, ഇല്ല യജമാനനെ, എനിക്ക് നാളെ വരാൻ പറ്റില്ല, കാരണം നാളെ ഞായറാഴ്ചയാണ്, എനിക്ക് ചർച്ചിൽ പോകേണ്ടതായിട്ടുണ്ട്, അപ്പോൾ നാളെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിൻ്റെ യജമാനനാണ്, നിനക്ക് ഈ വീട്ടിൽ ജോലി ഇനി തുടരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണത് നീ അനുസരിക്കണം, കാരണം നാളെയും കൂടെ എനിക്ക് അർജൻറ്റായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടാണ് പറയുന്നത്, നാളെ നീ ജോലിക്ക് വന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇതോടെ നിൻ്റെ ജോലി നിർത്തി നീ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, യജമാനൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രമാണം അനുസരിച്ച് എനിക്ക് ഞായറാഴ്ച വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇവിടെ ജോലിക്ക് വരാൻ കഴിയില്ല, എനിക്ക് ചർച്ചിൽ പോകണം, അങ്ങനെയുള്ള ദൈവിക കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശരി, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ പറയുന്നത് അനുസരിക്കാതെ നിനക്ക് ഇവിടെ തുടരാൻ പറ്റില്ല, ഇന്നത്തോടെ നിൻ്റെ എല്ലാ സാലറിയും ഇതുവരെയുള്ള എല്ലാ എമൗണ്ടും ഞാൻ സെറ്റിൽ ചെയ്യാം, ഇത് കഴിഞ്ഞ് നീ ഇവിടെ വരണമെന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അവസ്ഥ നന്നായിട്ടറിയാം, എനിക്ക് വിധവയായിട്ടുള്ളൊരു മാതാവ് വീട്ടിലുണ്ട്, അവരെ എനിക്ക് നോക്കണം, അധികം ഒത്തിരി ആരോഗ്യ പ്രശ്നമുള്ള ഒരു അമ്മയാണ് എനിക്കുള്ളത്, പക്ഷെ എന്നാൽ പോലും ഈ ഒരു കാര്യം എനിക്ക് അനുസരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അവൻ്റെ സാലറി മേടിച്ച് പിരിഞ്ഞു പോയി. ആ സമയത്ത് ഈ യജമാനൻ അവനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും പറഞ്ഞ വാക്കനുസരിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവനെ പിരിച്ചുവിട്ടു. അത് കഴിഞ്ഞ് അവന് 2 ആഴ്ചയോളം അവന് വേറെ ജോലിയൊന്നും കിട്ടിയില്ല. കാരണം പെട്ടെന്ന് ഒരു ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ നമുക്കറിയാമല്ലോ, പെട്ടെന്ന് അത് കഴിഞ്ഞ് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ 2 ആഴ്ചയോളം അവനിങ്ങനെ പുതിയൊരു ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചിങ്ങനെ നടന്നു. ഒത്തിരി വിഷമിച്ചു, കാരണം വീട്ടിലൊരു അമ്മ കൂടെ ഉണ്ട്, അപ്പോൾ അമ്മയുടെ കാര്യം കൂടെ നോക്കണം എന്നുള്ളത് കൊണ്ട് അവൻ ഒരുപാട് വേദനയോടെ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു, ദൈവമേ എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാൻ ഈസി ആയിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ കോടീശ്വരൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്നു. അദ്ദേഹം ഒരു വലിയ ഉയർന്ന ബാങ്കിലുള്ള മാനേജറാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പുതിയ തുടങ്ങാൻ പോകുന്ന ബാങ്കിൽ ഒരു വിശ്വസ്തനായിട്ടുള്ളൊരു കാഷ്യർ എനിക്ക് വേണം, പക്ഷേ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു മനുഷ്യനെ എവിടെയും കിട്ടുന്നില്ല, നിനക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ മുന്നേ വേലയ്ക്ക് നിന്നിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ വളരെ വിശ്വസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ യുവാവിൻ്റെ കാര്യം പറഞ്ഞു. നമ്മളെ നേരത്തെ പിരിച്ചുവിട്ടില്ലേ, ആ യുവാവിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഉടനെ ഈ ബാങ്ക് മാനേജർ പറഞ്ഞു, നീ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യൻ്റെ കാര്യം, പക്ഷേ അവനെ നീ പിരിച്ചുവിട്ടതല്ലേ, അപ്പോൾ പിന്നെ നീ എങ്ങനെയാണ് എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കോടീശ്വരനായിട്ടുള്ള ഈ മനുഷ്യൻ പറഞ്ഞു, അവനെ ഞാൻ പിരിച്ചുവിട്ടതിന് അവൻ്റെ സൈഡ് തെറ്റുണ്ടായിട്ടല്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യം അവൻ അനുസരിച്ചില്ല, അതായത് ഞായറാഴ്ച ജോലിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഞാൻ അവനെ പിരിച്ചുവിട്ടത്, അല്ലാതെ അവൻ വളരെ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞു. നമുക്ക് ആദ്യമായിട്ടൊരു കോൾ വരുന്നുണ്ട്, കോളിന് ശേഷം കഥ തുടരാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഷീല റാണി എന്നാണ്. ഷീല റാണി, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കഴക്കൂട്ടം, ശ്രീകാര്യം കഴക്കൂട്ടം. ശ്രീകാര്യം കഴക്കൂട്ടം. എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാ. ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് മോനുണ്ട്, മോളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഓക്കെ, മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? മോൻ +2 പഠിക്കുകയാണ്. മോളോ? മോള് പിന്നെ ശശി ഒരു മോളാണ്, വീട്ടിലാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് കുഞ്ഞിനെ പഠിപ്പിക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻ ആണോ?
സ്പെഷ്യൽ സ്കൂളിലാണ്. ഒരു ടീച്ചർ വീട്ടിൽ വരും, എല്ലാ ആഴ്ചയിലും വന്ന് അവർക്ക് എന്തൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പോകും. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. വാർത്തയൊക്കെ ഉണ്ട്. അതാ, ദൈവം അതിനുള്ള അതിന്റെ എന്താ പറയാ, ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട വഴിയൊക്കെ തുറന്നു തരും കേട്ടോ, വിഷമിക്കണ്ട. ഓക്കെ ഓക്കെ, അപ്പോ എന്താ പറയാ, പ്രോഗ്രാം കാണാറുണ്ടായിരുന്നോ? കാണാറുണ്ട്, നല്ല പ്രോഗ്രാമാണ്. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പം എല്ലാ ദിവസവും ബൈബിളും വായിക്കാറുണ്ടാവുമല്ലോ? എല്ലാ ദിവസവും വായിക്കും. എല്ലാ ദിവസവും വായിക്കാറുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ബൈബിളില് ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ് വായിക്കാൻ? എനിക്ക് സങ്കീർത്തനങ്ങളാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞാൻ കൂടുതൽ വായിച്ചതും അതാണ്. അത് കൂടുതലെന്ന് വെച്ചാൽ ആശ്വാസം. കേട്ടില്ല, എന്താണ്? ആശ്വാസം കിട്ടുന്നു. അതെ 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 അതെ. ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, നമ്മുടെ ജീവിതവുമായിട്ട് ഓരോ ദിവസത്തെ അല്ലെ ഓരോ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പറയുന്ന പോലെ തന്നെയാണ് അതിലുള്ള ഓരോ വാക്യങ്ങളും. അതെ 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 അതെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ആരോട് പറ്റിച്ചേരും? മനുഷ്യൻ അപ്പനെയും ഭാര്യയോട്. ഓക്കെ, ഉത്തരം ശരിയാണ്, ഭാര്യയോട്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയാണ്, പാട്ട് പാടോ? പാടും. പാടും, അത് മതി, ആ ഒരൊറ്റ വാക്ക് മതി. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ടിന്റെ കുറച്ച് വരികൾ പാടിക്കോളൂ. ഭാരങ്ങൾ താങ്ങിടുവാൻ നാഥ നീയല്ലാതാരുമില്ല. ഭാരങ്ങൾ താങ്ങിടുവാൻ നാഥ നീയല്ലാതാരുമില്ല. എൻ ജീവിതം നിൻ കൈയിലേ, ജീവിതം നിൻ കൈയിലേ, മൺപാത്രമായി മാറ്റിയിടണേ നാഥ നീയല്ലാതാരുമില്ല. എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ നാഥ നീയല്ലാതാരുമില്ല. ഹലോ, നല്ല പാട്ടായിരുന്നു കേട്ടോ, നല്ല വരികളാണ്. ഇതാ പുതിയ പാട്ടാണോ? ഇല്ല ഇല്ല, ഇത് ലളിതാന പാട്ടാണ്, പള്ളിയിലൊക്കെ പാടുന്നതാണ്. ആണോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്, പക്ഷെ നല്ല രസമുണ്ട്. അതിന്റെ വരികളും അതെ, അതിന്റെ മ്യൂസിക്കും അതെ, നല്ല ടോണുമാണ് കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ശബ്ദമായിരുന്നു, നല്ല ശബ്ദമായിരുന്നു കേട്ടോ. ഓക്കെ, എന്താ നമ്മൾ പറയില്ലേ, നല്ല വരികളാണെങ്കിലും നല്ല മ്യൂസിക് ആണെങ്കിലും നന്നായിട്ട് പാടിയാലാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു, നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുവാൻ മോശ കൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഹൃദയകാഠിന്യമാണെന്നാണ് തോന്നുന്നത്. ഹൃദയകാഠിന്യം നിമിത്തം അത്രേ ഭാര്യ ഉപേക്ഷിക്കാൻ പറഞ്ഞത് ആണ്. ആ വിശ്വാസം ശരിയാണ് കേട്ടോ, ഉത്തരം ശരിയാണ്. അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം അത്രേ. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്: എത്ര വിധത്തിലുള്ള ഷണ്ണന്മാരെ കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്? മൂന്നാണെന്നോട്. മനുഷ്യ ഷണ്ണന്മാരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം ഷണ്ണന്മാരാക്കിയവരുണ്ട്, പിന്നെ തങ്ങളെ തന്നെ. ഓക്കെ, മൂന്നാണെന്നാണ് ഉത്തരം ശരിയാണ്, 3. അയ്യോ, ഓക്കെ, ഉത്തരം ശരിയാണ്. എന്താ പറയാ, നമ്മള് എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഇത് നിറയെ വായിച്ചിട്ടുണ്ട്, മത്തായി സുവിശേഷം നിറയെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടുള്ള ഓർമ്മയിൽ പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും ഓർമ്മ ഒക്കെ ശരിയാണ് കേട്ടോ, ഒന്നും മറന്നു പോയിട്ടില്ല. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു, 3. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ. അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ലൈഫിൽ കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ, സാക്ഷ്യം ഉണ്ടാവും, നമുക്ക് ഒരുപാട് പറയാൻ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ച് അല്ലേ? അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒന്ന് ഷോർട്ടായിട്ട് പറയാൻ പറ്റുമോ?
എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവനോട് ഇരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. അത് ശരിയാണ്. നമ്മൾ എല്ലാരും അതെ. ആ പിന്നെ എന്റെ മോനിലൊരു ആക്സിഡന്റ്, അത് ഭയങ്കര അതിശയമായിട്ട് ദൈവം രക്ഷിച്ചതെന്ന് വെച്ചാ ഞങ്ങള് പള്ളിയിൽ പോയിട്ട് വീട്ടിലോട്ട് വരെയായിരുന്നു. അപ്പൊ മോൻ ഇങ്ങനെ ഈ സൈക്കിളില് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഓട്ടിച്ച് വരെയായിരുന്നു. അപ്പൊ അപ്പം പഠിച്ചിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വളവിന്റെ അവിടെ ഇങ്ങനെ എത്തി അവൻ ഇങ്ങനെ ആ കയറ്റം ഇങ്ങനെ അങ്ങ് ബാക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല. കിട്ടാതെ അങ്ങ് അവൻ ഈ നടു റോഡിൽ കൂടെ അപ്പുറത്തോട്ട് അങ്ങ് പോയി സൈക്കിളോട്. ഞങ്ങള് ബാക്കിൽ നിന്ന് ഇങ്ങനെ ബൈക്കിൽ വരെയായിരുന്നു. ഞങ്ങളിത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ആ സമയം അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലോട്ട് പോയി അവ അങ്ങ് നിന്ന് വീണില്ല. പക്ഷെ ആ സമയം ഏതെങ്കിലും ഒരു വാഹനം ആ സൈഡ് വന്നിരുന്നു എങ്കിൽ അന്ന് എന്റെ കുഞ്ഞ് ലോകത്തുനിന്ന് യാത്ര വന്നു. പക്ഷെ എന്നാ ദൈവം വളരെയധികം എനിക്കത് ഒട്ടും എനിക്കത് എന്ന് വെച്ചാൽ എനിക്ക് അതൊക്കെ തന്നെ പറയുമ്പോൾ തന്നെ വളരെ പ്രയാസമാണ്. എന്ന് വെച്ചാൽ അത് ദൈവം വലിയ ഒരു രക്ഷയാണ് തന്നതെന്ന് മോനെ വിടുവിച്ചത്. ഞങ്ങൾ ബൈക്കിലാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ദൈവം തന്നതാണ്. അതെ അതെ അതാ പറയണേ. നമ്മുടെ കയ്യിലുള്ള, അതായത് നമ്മുടെ കൺട്രോളിലല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മാത്രമേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? കാരണം നമ്മുടെ പരിമിതിക്ക് അപ്പുറമാണ് കാര്യങ്ങളൊക്കെ. അപ്പം ദൈവം അതാ പറയണേ, നമ്മുടെ യാത്രയിലും അല്ലെ, നമ്മൾ എവിടെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമ്മളെ ദൈവം സൂക്ഷിക്കുമെന്ന് പറയണ അതുകൊണ്ടാ. അത് എനിക്ക് ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. ദൈവം കാത്തില്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ ബൈക്കിൽ വരെയല്ലേ മോനെ ഞങ്ങൾക്ക് പിടിക്കാനോ ഇട്ടിട്ട് അതാ പറയണേ. നമ്മള് ബൈക്കിൽ അല്ല, നമ്മളിപ്പോ ഒരു സൈക്കിളിൽ പോണെന്ന് പോലും ഇല്ല കേട്ടോ. നമ്മള് വെറുതെ പുറത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കല്ല് തട്ടി വീണിട്ടുണ്ടെങ്കിൽ പോലും എത്രയോ പേര് ഈ ലോകത്തുനിന്ന് പോകുന്നു അല്ലെ. ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റാത്ത ഒരു ലൈഫാണ് മനുഷ്യർക്കുള്ളത്. പക്ഷെ അവിടെ ആ സമയത്ത് ഒരു ബൈക്ക് പെട്ടെന്ന് സഡൻ ബ്രേക്കിട്ട് അങ്ങ് നിർത്തി. ഇങ്ങനെ സഡൻ ബ്രേക്ക്, പക്ഷെ വലിയ ഏതെങ്കിലും വണ്ടി ആയിരുന്നു എങ്കിൽ വളരെ ആ സൈഡാണ്, വളരെ ഒത്തിരി മണ്ണിന് പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ വളരെ വലിയ അത്ഭുതമാണ് ദൈവം ചെയ്തത്. എന്തായാലും അതാ, ദൈവം ഇനിയും അങ്ങനെ തന്നെ സൂക്ഷിക്കട്ടെ കേട്ടോ. എല്ലാ യാത്രയിലും പ്രത്യേകിച്ച് എവിടെ പോകുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയല്ലേ പോകുന്നത്. പ്രാർത്ഥിച്ചിട്ടാണ് പോണത്. അതുപോലെ തന്നെ ഇനിയും അങ്ങനെ പള്ളിന്ന് വന്നതായിരുന്നു, പള്ളിയിൽ പോയിട്ട് മടങ്ങി വന്നതായിരുന്നു. അതെ അത് ഇല്ല, തീർച്ചയായിട്ടും നമ്മള് എല്ലാ യാത്രയിലും ദൈവം നമ്മളെ കൂടിയിരിക്കും, സൂക്ഷിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, നമ്മുടെ യാത്രകളിലൊക്കെ ഇതുവരെ ചെയ്യണ പോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് തന്നെ പോവാ. ഏറ്റവും നല്ല കാര്യമാണത് കേട്ടോ. അപ്പോ ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ, ചോദിക്കട്ടെ? നാലാമത്തെ ചോദ്യം ഇതാണ്: സ്വർഗരാജ്യം എങ്ങനെയുള്ളവരുടേതാണ്? സ്വർഗരാജ്യം എങ്ങനെ? ശിശുക്കളെ പോലെ, ശിശുക്കളെ കൈക്കൊള്ളുന്നത്. ഓക്കെ, ഉത്തരം ശരിയാണ്, ശിശുക്കൾ. ഓക്കെ, അങ്ങനെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. മാത്രല്ല വളരെ നല്ല കോളായിരുന്നു കേട്ടോ. അപ്പോ എന്തായാലും എന്താ പറയാ, ഒത്തിരി സന്തോഷം. വളരെ നല്ല കോളായിരുന്നു. തുടർന്നും പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷീല റാണി എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു. വളരെ നല്ല കോളായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. അതുപോലെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞായിരുന്നു. എത്ര ശരിയല്ലേ, ദൈവം നമ്മളെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ഓരോ ദിവസം നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ കാരണം തന്നെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും അങ്ങനെ തന്നെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ കേട്ടോ. നമുക്കിനി അടുത്തതായിട്ടൊരു കോൾ വരുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സോണിയാണ് വിളിക്കുന്നത്. സോണി, എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ, ഇതിനു മുന്നേ വിളിക്കാറുണ്ടല്ലോ അല്ലേ? അതെ. ഓക്കെ, എന്താ ചെയ്യണേ? ജോലിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ? ഇല്ല, ഒന്നും ഓക്കെ ആയിട്ടില്ല. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എങ്ങനെയുണ്ട്, മഴയൊക്കെ ഉണ്ടോ? നല്ല മഴയായി 2 ദിവസമായിട്ട്. അതെ ഇവിടെ അതെ കേട്ടോ, ഇവിടെയും ഭയങ്കര മഴയാണ്. തണുത്ത് വിറച്ച് അകത്തിരിക്കുക. അതാ, ഇവിടെ എല്ലാരും ഏകദേശം അതേ കണ്ടീഷനിലാണ്. ഇപ്പം യെല്ലോ അലേർട്ട് അല്ലേ? ശരിയാ. അതാ. ഓക്കെ, അപ്പം എങ്ങനെ ബൈബിളൊക്കെ വായിച്ചായിരുന്നോ? ബൈബിള് ഞാൻ വായിച്ചായിരുന്നു. അതെച്ചാല് എല്ലാ ദിവസവും വായിക്കാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്.
അത് ശരിയാ. ഇത് എല്ലാ ദിവസവും വൈകിട്ട് വായിക്കും. വൈകിട്ട് വായിക്കാറുണ്ട്. ഓക്കെ വായിക്കാറുണ്ട്. ഓക്കെ, എന്തായാലും സന്തോഷം ചേട്ടാ. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എന്റെ ആലയം എങ്ങനെ വിളിക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്? പ്രാർത്ഥനാലയം. ഓക്കെ, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, പ്രാർത്ഥനാലയം. ഓക്കെ. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദിച്ചോട്ടെ. അവരൊക്കെ ദൈവാലയത്തെ എന്താക്കി തീർത്തു എന്നാണ് യേശു പറഞ്ഞത്? കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. വെരി ഗുഡ്, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, കള്ളന്മാരുടെ ഗുഹ. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു. ഇപ്പം സൗണ്ട് അടഞ്ഞിരിക്കുന്ന കാരണം പാടാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ചെറിയ സൗണ്ട് ശരിയാവില്ല. ഓക്കെ, അതാ. അപ്പൊ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് വിളിക്കുമ്പോൾ പാടാം. അടുത്ത ചോദ്യം ചോദിക്കട്ടെ എന്നാല്. ചോദിച്ചോ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ദൈവാലയ ശുദ്ധീകരണത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? ദേവാലയ ശുദ്ധീകരണത്തിന് ശേഷം യേശു ബഥാന്യയിലാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, ബഥാന്യയിൽ. ഓക്കെ, അങ്ങനെ 3 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ. അതിനു മുന്നേ ഇഷ്ടപ്പെട്ട ഒരു വചനം പറയോ? ഇഷ്ടപ്പെട്ട വചനം: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ മെഴുകും കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ കുറിച്ചും അതിന്റെ ആ വാക്യം ഇഷ്ടം. ഓക്കെ, 91-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. 91-ാമത്തെ വാക്യം. ഓക്കെ ചേട്ടാ, ഓക്കെ. അപ്പോ ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ. ചോദിച്ചോ. ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് യേശു പറഞ്ഞത് ഏതിനോടാണ്? അത്തിവൃക്ഷത്തോട്. ഓക്കെ, ഉത്തരം ശരിയാണ്, അത്തിവൃക്ഷത്തോട്. ഓക്കെ, അങ്ങനെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്, വളരെ നല്ല കോളായിരുന്നു. തുടർന്നും പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ചേട്ടാ. ബൈ. ഓക്കെ, ബൈ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് സോണി എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു. സൗണ്ട് അടഞ്ഞിരിക്കുന്ന കാരണം പാടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുപോലെ പക്ഷെ ചോദ്യങ്ങൾക്കെല്ലാം ശരിയായിട്ട് ഉത്തരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് വിളിക്കുന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ടൊരു കോൾ വരുന്നുണ്ട്. ആരാന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? അന്നമ്മ ജോൺ എരുമേലി. അന്നമ്മ ജോൺ എരുമേലി അല്ലേ? അതെ. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ് ഇപ്പോൾ. ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലിപ്പോൾ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഒരു മോളുണ്ട്, അവള് കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട്. അവള് ഹസ്ബൻഡിന്റെ കൂടെ അവളെ പുതുപ്പള്ളിയിലുണ്ട്. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അതെ, വെറുതെ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ആന്റി ഫസ്റ്റ് ടൈം ആണ് പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് അല്ലേ? അതെ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും ഇല്ല. പിന്നെ ആദ്യമായിട്ടല്ലേ, അതിന്റെ ചെറിയൊരു ടെൻഷൻ. ഓക്കെ, അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ടല്ലേ സംസാരിക്കുന്നത്. പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നോ? സമയം കിട്ടുമ്പോഴൊക്കെ കാണും. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാ ദിവസവും ബൈബിളും വായിക്കാറുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കുകയാണോ ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മള് പിന്നെ പ്രാർത്ഥനയുടെ സമയത്ത് വായിക്കും. ഓക്കെ, അപ്പൊ എത്ര പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബൈബിൾ വായിച്ചു തീർത്തിട്ടുണ്ട്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 പ്രാവശ്യം തീർത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ചെറുതായിരുന്നപ്പോഴാണ്, ചെറുതെന്ന് പറഞ്ഞാൽ ഒരു 10, 30, 40 ഇടയ്ക്ക്. ഇപ്പൊ എനിക്ക് 68 വയസ്സ് കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് പിന്നെ പള്ളിയിൽ പോകുമ്പോഴും അല്ലാതെയൊക്കെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിക്കും. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോ ഇതില് ആന്റിക്ക് അറിയാലോ 4 ചോദ്യം ചോദിക്കും, ഉത്തരം പറയാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ആദ്യത്തെ ചോദ്യം ഇതാണ്: യേശു അത്തിവൃക്ഷത്തെ ശപിക്കുവാൻ കാരണം എന്താണ്? അതിൽ ഇലയല്ലാതെ ഫലം ഒന്നും കാണാഞ്ഞതുകൊണ്ട് യേശുവിനെ വിളിക്കുന്നു, അപ്പോൾ അതിനെ ശപിച്ചു. വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, ഫലം തിരഞ്ഞു ചെന്നിട്ട് ഫലം കിട്ടാതിരുന്നതിനാൽ. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയാണ് ആന്റി, പാട്ട് പാടുവോ?
പാടത്തില്ല. പാടാൻ നമ്മുടെ സൗണ്ടും നല്ലതല്ല, ഈണവും ഇല്ല. അയ്യോ, ഓക്കെ. എന്നാൽ ഇഷ്ടപ്പെട്ട ഒരു വചനം പറയോ? ഇഷ്ടപ്പെട്ട വചനം, ഉം. നിന്റെ എല്ലാ വഴികളിലും അവനെ നിനക്ക് അവൻ നിന്റെ പാതയെ നേരെയാക്കും. ഓക്കെ, അതൊരു എന്താ പറയാ, നമുക്കുള്ളൊരു ഉറപ്പാണല്ലേ? നമ്മുടെ തീർച്ചയായിട്ടും. മുന്നോട്ടുള്ള യാത്രയ്ക്ക് ദൈവം തരുന്ന ഒരു കരുത്തും കൂടിയാണ് അല്ലേ? നമ്മൾ ദൈവവചനം ഓർക്കുമ്പോ അല്ലെ, നമ്മളെ വചനം തന്നെ നയിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതെ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദിച്ചോളൂ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: യേശു ശപിച്ച അത്തിവൃക്ഷത്തിന് എന്ത് സംഭവിച്ചു? അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. ഓക്കെ, ഉത്തരം ശരിയാണ്. അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു ആന്റി. കൺഗ്രാറ്റുലേഷൻസ്. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വചന മാംസമായി വന്ന നമ്മുടെ കർത്താവാണല്ലോ വചനത്തിൽ അതെ അതെ നമ്മളെ. അതെ അതെ. ഞാന് ചോദിച്ചത് നമ്മുടെ മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറെ വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റീസ് ഒത്തിരി ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? ഏലിയാ പ്രവാചകനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ഏലിയാ പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ ദൈവത്തിൽ അടിയുറച്ചുകൊണ്ട് ഭയന്ന് പലവട്ടം പോയെങ്കിലും അടിയുറച്ചുകൊണ്ട് ദൈവത്തോട് അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം ദൈവം നടത്തി കൊടുത്തു. അത് ഇപ്പോഴും ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നമുക്കും ബലഹീനരായ നമുക്കും അതൊരു ഭയങ്കര പ്രചോദനമാണ്. അതെ 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 അതെ. എന്ന് പറഞ്ഞാൽ നമ്മളും പലപ്പോഴും ദൈവവാക്ക് അനുസരിക്കാതിരിക്കും അല്ലേ? പക്ഷെ വീണ്ടും നമ്മൾ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? അത് അനുസരിക്കും അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: യേശു പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്തത് ആരെല്ലാമാണ്? മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും. വെരി ഗുഡ്, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്. മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, എന്തായാലും നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ. മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ എന്തായിരുന്നു? നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. അത് ആദ്യത്തെ ചോദ്യം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. എന്തോ? അത് ആദ്യത്തെ ചോദ്യം. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചായിരുന്നു. എന്താണത്? നിനക്ക് ഈ അധികാരം തന്നത് ആര്? വെരി ഗുഡ്, വെരി ഗുഡ്. ഉത്തരം ശരിയാണ്. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആര്? ഓക്കെ, അങ്ങനെ നാലാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ ആന്റി, എന്തായാലും വളരെ നല്ല കോൾ ആയിരുന്നു. തുടർന്നും പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് മോളെ. ഓക്കെ ആന്റി, താങ്ക് യു ഫോർ കോളിംഗ് ഓൾസോ. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് അന്നമ്മ ജോൺ എന്ന് പറഞ്ഞ ആന്റി ആയിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു ആന്റി പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല കോളായിരുന്നു കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. തുടർന്നും പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കോൾ സെഗ്മെന്റ് ഇവിടെ തീർന്നു കേട്ടോ. ഞാൻ തുടക്കത്തിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ ആ മനുഷ്യൻ ജോലി തേടി വല്ലാതെ അലഞ്ഞു. അവസാനം ഈ ഒരു എന്താ പറയാ, ഈ യജമാനൻ, അതായത് ഈ കോടീശ്വരനായിട്ടുള്ള മനുഷ്യനോട് ഒരു ബാങ്ക് മാനേജർ വന്നിട്ട് പുതിയൊരു കാഷ്യറിന് ആവശ്യപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ? ആ ഒരു പോസ്റ്റിലേക്ക് ഈ മനുഷ്യനെ, അതായത് ഈ ജോലി തേടി നടന്ന ഈ യുവാവിനെ വിളിച്ചു. അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി. അദ്ദേഹം പ്രതീക്ഷിച്ചത് ഒരു വീട്ടുവേലയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയതോ അദ്ദേഹം പ്രതീക്ഷിക്കാത്ത നിലയിൽ വളരെ വലിയൊരു ജോലിയായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി സാലറിയും കിട്ടുന്ന ഒരു ജോലിയായിരുന്നു കേട്ടോ. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വസ്തത ദൈവസന്നിധിയിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് ദൈവവും ഒരു കുറവും വരത്തില്ല. എന്നാലും വേണമെങ്കിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യായിരുന്നു? ആ യജമാനൻ നിർബന്ധിച്ചത് കാരണം സൺഡേ കൂടെ വന്ന് ജോലി ചെയ്യായിരുന്നു. പക്ഷെ അവിടെ അവൻ്റെ പ്രമാണം തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ യജമാനന് ആ ഒരു കാരണം കൊണ്ട് തന്നെ അവനോടുള്ള ഒരു വിശ്വസ്തതയും ചിലപ്പോൾ കുറഞ്ഞിരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം വിശ്വസിച്ച ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നത് കൊണ്ട് തന്നെയാണ് വിശ്വസ്തനായിട്ട് ആ യജമാനൻ ആ മനുഷ്യനെ കാണുകയും ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തത്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും.
ദൈവിക കാര്യം വരുമ്പോൾ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല കേട്ടോ. അതായത് ദൈവത്തിന് വേണ്ടി ഒരു ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റിവെക്കണം. ദൈവത്തെ അന്ന് ആരാധിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ തിരക്ക് ആ ദിവസം നമുക്ക് തോന്നിയാലും നിങ്ങൾ ആ ഒരു ദിവസം മാത്രം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് നോക്കൂ. നിങ്ങളുടെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിൽ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.